SSLC റിസൾട്ട് ഈ വരുന്ന മെയ് 15-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയുടെയും 4 മണിയുടെയും ഉള്ളിലായിട്ടാണ് പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ വലിയൊരു ചർച്ചാ വിഷയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആരാണെന്നോ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നോ തീരുമാനിക്കാത്ത ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ റിസൾട്ട് പുറത്തുവിടും? ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നറിയോ? നാളെ SSC റിസൾട്ടുമായി നാളെ ചേരുന്ന മീറ്റിങ്ങിൽ റിസൾട്ടിന് അന്തിമ അംഗീകാരം നൽകുന്നതാണ്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ ചുമതല ഏറ്റിട്ടില്ലാത്തതിനാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അല്ലെങ്കിൽ പരീക്ഷാ സെക്രട്ടറി റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് നിലവിൽ സാധ്യത കാണുന്നത്. ഇതാണ് സംഗതിയെങ്കിലും MS സൊല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു SSLCയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് വൈകിയേക്കും അല്ലെങ്കിൽ മാറ്റിവെച്ചേക്കും. ഈ വരുന്ന 15-ാം തീയതി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? ഇതിൽ പോലും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രധാന നടപടികളെല്ലാം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളത്തെ ബോർഡ് മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമുണ്ടായാൽ വ്യാഴാഴ്ച ശേഷിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയിലാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇതാണ് ശരിയെങ്കിലും ഇതിലൊരു സാധ്യത ഞാൻ കാണുന്നത് SSLC റിസൾട്ട് പ്രഖ്യാപിക്കുന്ന 15 എന്ന് പറയുന്ന ഡേറ്റ് മാറ്റി തൊട്ടടുത്ത ആഴ്ചയിലേക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ പറയുന്ന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. ഈ വരുന്ന വെള്ളിയാഴ്ചയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് തീരുമാനിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ കേരളത്തിനൊരു വിദ്യാഭ്യാസ മന്ത്രി ആരെന്നുള്ളതും അതേ സമയത്ത് തന്നെ പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും SSLC റിസൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ ഡയറക്ടറും വിദ്യാഭ്യാസത്തിൻ്റെ പരീക്ഷാ സെക്രട്ടറിയൊക്കെ UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്. സോ അവരോടുകൂടി എന്ത് ചെയ്യണം? തീരുമാനങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇവർക്ക് ഡയറക്റ്റ് നടപടിയെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ UDFൻ്റെ എല്ലാ MLAമാരോടൊക്കെ ചോദിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സീനിയർ ആയിട്ടുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ട് നീട്ടിവെക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നതെന്ന് അൺഒഫീഷ്യലി ചില രാഷ്ട്രീയ പ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പുതിയ വിദ്യാഭ്യാസ മന്ത്രി വെള്ളിയാഴ്ചയോടുകൂടി തീരുമാനിക്കപ്പെട്ടാൽ തൊട്ടടുത്ത ആഴ്ചയിലേക്ക് റിസൾട്ട് മാറ്റിവെക്കപ്പെടും. ഇനി അതല്ല, ഈ വരുന്ന വെള്ളിയാഴ്ചയിലും തീരുമാനിക്കാൻ കഴിയാതെ പോകുന്നൊരു സാധ്യതയാണെങ്കിൽ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചേക്കാം. രണ്ടിലും സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യത റിസൾട്ട് ഈ വരുന്ന ആഴ്ചയിലേക്ക്, തൊട്ടടുത്ത ആഴ്ചയിലേക്ക്, മെയ് 18, 19, 20 എന്നീ പറയുന്ന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നാളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എങ്കിലും വെള്ളിയാഴ്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം SSLC റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മീറ്റിംഗ് തന്നെയായിരിക്കും, ഒരു ഒഫീഷ്യൽ പ്രസ് മീറ്റിംഗ് തന്നെയായിരിക്കും. കാത്തിരുന്ന് കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.